എന്തുകൊണ്ട് ആൽഫ്രഡ് ഒബി IAS വൈറലാകാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഇത്രയും വൈറലായി? മനഃശാസ്ത്രപരമായ ഒരു അന്വേഷണം. ഇതാണ് കാരണം. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വെറും 7% പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ബാക്കി 93% പ്രാധാന്യവും അവാചിക ആശയവിനിമയത്തിനാണ്. ഇംഗ്ലീഷിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. എന്തൊക്കെയാണ് ആൽഫ്രഡ് IAS അവാചികമായി നമ്മളോട് സംവദിച്ചത്? എന്താണ് നിയമം? എന്താണ് സാഹചര്യം? എങ്ങനെയാണ് പ്രതികരിക്കാൻ പാടില്ലാത്തത്? എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി അറിയുന്നത് കൊണ്ടുള്ള മനസാന്നിധ്യം, ശാന്തത, പ്രതിപക്ഷ ബഹുമാനം, നോട്ടത്തിലെയും ഭാവത്തിലെയും ആധികാരികത, നമുക്ക് തോന്നുന്ന പ്രായത്തിനും അപ്പുറത്തുള്ള ഉത്തരവാദിത്വബോധവും കർമ്മശേഷിയും. ഇതൊക്കെയാണ് കാവിലെ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട പ്രതീതി ഉണ്ടാക്കിയത്. ഇത്രയും ഘടകങ്ങളെ മൊത്തത്തിൽ നമുക്ക് ആത്മവിശ്വാസം എന്ന് വിളിക്കാം. പിന്നെ ഒരു കാര്യം, ഈ ഘടകങ്ങളൊക്കെ ഓരോന്നോരോന്നായി നമ്മൾ ഇടകേറി പരിശോധിച്ച് ബോധപൂർവം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതല്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയുമോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇവയൊക്കെ സംബന്ധിച്ച സിഗ്നൽസ് മനസ്സിലാക്കാനും തീരുമാനത്തിലെത്താനും സബ് കോൺഷ്യസ് മൈൻഡിന് കഴിയും. അതുകൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡാണ് കൂടുതൽ പവർഫുൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു വീഡിയോ കണ്ടു തുടങ്ങി, 3 സെക്കൻഡ് കൊണ്ട് തന്നെ ഇഷ്ടമാണോ, ആരാധനയാണോ, അസ്വസ്ഥതയാണോ എന്ന തീരുമാനം സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിന് കൈമാറിയിട്ടുണ്ടാകും. ഈ തീരുമാനങ്ങളിൽ കാഴ്ചക്കാരൻ്റെ സങ്കല്പങ്ങളിലെ നല്ലതും ചീത്തയും എന്തൊക്കെയാണോ അവയ്ക്കും കാര്യമായ പ്രാധാന്യം ഉണ്ട്. ആൽഫി IASലേക്ക് തിരിച്ചു വരാം. സ്ഥിരമായി ഫുട്ബോൾ കളിക്കുന്ന, ദൃഢനിശ്ചയത്തിലൂടെ ഉയർന്ന ലക്ഷ്യങ്ങൾ കൈവരിച്ച ആൽഫി കൂടുതൽ ആകർഷണീയമായി സ്വയം അവതരിപ്പിക്കാൻ ബോധപൂർവം ഒരു ശ്രമവും നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തിയററ്റിക്കലി നിങ്ങളെ കൂടുതൽ ചാം ഉള്ള ഒരു പേഴ്സണാലിറ്റിയായി തിരിച്ചറിയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യവും അതുതന്നെയാണ്. നിങ്ങളുടെ വെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ പ്രസൻറ്റേഷനിൽ ആർട്ടിഫിഷ്യലായ ഒരു എലമെൻറ്റും ആഡ് ചെയ്യാതിരിക്കുക. ഈയിടെ ഇറങ്ങിയ സൂക്ഷ്മദർശിനി എന്ന സിനിമയിൽ നസ്രിയ അവതരിപ്പിച്ച പ്രിയ എന്ന കഥാപാത്രത്തിന് മേൽപ്പറഞ്ഞ രൂപഭാവങ്ങൾ നൽകാൻ സംവിധായകനും നടിയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ പിടക്കോഴികളോട് ആൽഫി IAS ഇൻസ്റ്റാ ID റിമൂവ് ചെയ്തു എന്നാണ് കേട്ടത്. മാത്രമല്ല, നിങ്ങളുടെ അടുത്ത വീട്ടിലെ അഷ്റഫും സീനിയർ അരവിന്ദും കാട്ടുകോഴി ഇബിനും എല്ലാം വ്യക്തിത്വ വികസനത്തിന് ട്രെയിനിങ് എടുത്തു തുടങ്ങി എന്നുമാണ് കേട്ടത്. എന്തായാലും ഇത്തരം വ്യക്തിത്വങ്ങളെ യുവതലമുറ തിരിച്ചറിയുന്നതും അഡ്മയർ ചെയ്യുന്നതും വളരെ പോസിറ്റീവായ മാറ്റത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പോത്തുപോലെ വളർന്നിട്ടും കുട്ടിക്കളി മാറാത്ത നിങ്ങളുടെ ചങ്കിനോ ചങ്കിൻ്റെ പേരൻസിനോ മെൻഷൻ ചെയ്യുക, ഷെയർ ചെയ്യുക.